അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് മിൽഅ അസ്സമാവാതി വമിൽഅൽ അർദ് വമിൽഅ മാ ശാഅ മിൻ ഷൈഇൻ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി 8ാമത്തെ സെഷനിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ സെഷനിൽ നാം പഠിക്കുന്നത് സൂറത്തുൻ നസറും ഖുർആനിൽ 5000-ഓളം പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗവുമാണ്. ആദ്യമായി ഖുർആൻ്റെ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി നമുക്കതിൻ്റെ പദാനുപദാർത്ഥം പഠിക്കാം. ഇദാ ജാഅ വന്നാൽ. നാം നേരത്തെ പഠിച്ചു ഇദാ വഖബ്, അത് ഇരുൾ മൂടുമ്പോൾ. സൂറത്തുൽ ഫലഖിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ തിന്മയിൽ നിന്നും അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ വഖബ്, അത് ഇരുൾ മൂടുമ്പോൾ. ഇദാ ജാഅ വന്നാൽ, ജാഅ വന്നു, ഇദാ ജാഅ വന്നാൽ. ഇദാ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന പദം, വെൻ, വൈൽ എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു പദമാണ് ഇദ്. ഇദാ ജാഅ വന്നാൽ. നസർ, സഹായം. നസറുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. കിതാബ്, പുസ്തകം. കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ പുസ്തകം. റസൂൽ, പ്രവാചകൻ. റസൂലുല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ. അതേപോലെ നസർ, സഹായം. നസറുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. വൽ ഫതഹ്, വായുടെ അർത്ഥം നമുക്കറിയാം. ഫതഹ്, വിജയം. അറബി നാടുകളിൽ പോയിട്ടുള്ളവർക്ക് സുപരിചിതമായ പദമാണ് ഫതഹ, ഇഫ്തഹ് എന്നീ പദങ്ങൾ. ഫതഹ, തുറന്നു. ഫതഹ്, തുറക്കൽ. ഫതഹ് വിജയം ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഖുർആനിൽ ഫതഹ് ഉപയോഗിച്ചിരിക്കുന്നത് വിജയം എന്ന അർത്ഥത്തിലാണ്. വൽ ഫതഹ്, വിജയവും. വറഅയ്ത, വാ വീണ്ടും വന്നു. റഅയ്ത, നീ കണ്ടു. റഅയ്ത, നീ കണ്ടു. ഇദാ ജാഅ വന്നാൽ, അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് റഅയ്ത, നീ കാണുകയും ചെയ്താൽ. വറഅയ്ത, നീ കാണുകയും ചെയ്താൽ. റഅ, കണ്ടു. റഅയ്ത, നീ കണ്ടു. അന്നാസ്, ജനങ്ങളെ. നാം നേരത്തെ പഠിച്ച പദമാണിത്. ഇൻസാൻ, മനുഷ്യൻ. നാസ്, മനുഷ്യർ. സൂറത്തുൻ നാസിൽ നാം അത് പഠിച്ചു. യദ്ഖുലു, അവൻ പ്രവേശിക്കുന്നു. യദ്ഖുലൂൻ, അവർ പ്രവേശിക്കുന്നു. ഫീ ദീനില്ലാഹ്, ഫീ നാം നേരത്തെ പഠിച്ചു. ഇൽ, ഉദാഹരണം ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഇവിടെ ഫീ ദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിൽ. ദീൻ, ജീവിത വ്യവസ്ഥ. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൽ. കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ്. നസറുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം. ദീനുല്ലാഹ്, അള്ളാഹുവിൻ്റെ ദീൻ. ഫീ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൽ. അഫ്വാജൻ, കൂട്ടങ്ങളായി. ഫൗജ്, കൂട്ടം. അതിൻ്റെ ബഹുവചനമാണ് അഫ്വാജ്, കൂട്ടങ്ങൾ. അഫ്വാജൻ, കൂട്ടങ്ങളായി. ഫസബ്യഹ്, ഫായുടെ അർത്ഥം അതിനാൽ, അപ്പോൾ, അങ്ങനെ. അതിനാൽ, അപ്പോൾ, അങ്ങനെ. സബ്യഹ്, നീ വാഴ്ത്തുക. ബിഹംദി റബ്ബിക, ഹംദ് നാം നേരത്തെ പഠിച്ചു, സ്തുതി. ഇവിടെ അർത്ഥം ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. ഫസബ്യഹ്, അപ്പോൾ നീ വാഴ്ത്തുക. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്. ഹംദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ വാഴ്ത്തലാണ്. ഹംദ്, സ്തുതിക്കുക. അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ വാഴ്ത്തുക. തസ്ബീഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു ന്യൂനതകൾ ഇല്ലാത്തവനാണെന്ന് പറയുക. ന്യൂനതയെ ഇല്ലായ്മ ചെയ്യുക. സബ്യഹ്, കുറവുകളെ നിരസിക്കുക.
അപ്പോൾ ഹംദ് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളെ പുകഴ്ത്തുക, തസ്ബീഹ് ന്യൂനതകളെ ഇല്ലെന്ന് പറയുക. ഫസബ്യഹ് അപ്പോൾ നീ വാഴ്ത്തുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, റബ്ബിക നിൻ്റെ രക്ഷിതാവിനെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖുർആനിൽ 10,000-ഓളം പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണെന്ന്. അതേ പദം തന്നെ ഇവിടെ വന്നിരിക്കുകയാണ്. റബ്ബുഹു അവൻ്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ്. അപ്പോൾ നിൻ്റെ രക്ഷിതാവ്, റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ്, ബിഹംദി റബ്ബിക്ക നിൻ്റെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട്. റബ്ബുഹു അവൻ്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിൻ്റെ രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബി എൻ്റെ രക്ഷിതാവ്, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്, റബ്ബുഹ അവളുടെ രക്ഷിതാവ്. വസ്തഗ്ഫിർഹു വ ഇസ്തഗ്ഫിർ നീ പാപമോചനം തേടുക. ഗഫറ പുറത്തു കൊടുത്തു, പാപമോചനം ചെയ്തു. ഇസ്തഗ്ഫറ പാപമോചനം തേടി. ഇസ്തഗ്ഫിർ നീ പാപമോചനം തേടൂ. ഇസ്തഗ്ഫിർ ഹു നീ അവനോട് പാപമോചനം തേടൂ. വസ്തഗ്ഫിർ ഹു നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു നോക്കൂ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഇന്നഹു നിശ്ചയം അവൻ, ഇന്നഹും തീർച്ചയായും അവർ, ഇന്നക്ക തീർച്ചയായും നീ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇന്നി തീർച്ചയായും ഞാൻ, ഇന്ന തീർച്ചയായും ഞങ്ങൾ, ഇന്നഹ തീർച്ചയായും അവൾ. അതേ പദം തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഇന്നഹു നിശ്ചയം അവൻ, കാന തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. കാന ആകുന്നു, ആയിരുന്നു. കാനയ്ക്ക് ആകുന്നു എന്നും അർത്ഥമുണ്ട്, ആയിരുന്നു എന്നും അർത്ഥമുണ്ട്. അള്ളാഹുമായി ചേർന്ന് വരുന്ന സന്ദർഭത്തിൽ ആകുന്നു എന്നാണ് അർത്ഥം. ഇന്നഹു കാന തവ്വാബ അവൻ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. താബ പശ്ചാത്തപിച്ച് മടങ്ങി, തായിബ് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, തൗബ ചെയ്യുന്നവൻ. തവ്വാബ് കൂടെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. തവ്വാബ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ചും പറയും, ദാസന്മാരെ സംബന്ധിച്ചും പറയും. തവ്വാബ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കൂടെ കൂടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ദാസന്മാരെക്കുറിച്ച് പറയുമ്പോൾ തവ്വാബ് എന്ന് പറഞ്ഞാൽ അടിമകൾ കൂടെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഇന്നഹു കാന തവ്വാബ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. തവ്വാബ് ഏകവചനമാണ്, തവ്വാബൂൻ അതിൻ്റെ ബഹുവചനമാണ്. തവ്വാബ് ഏറെ പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ, തവ്വാബൂൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, തവ്വാബീൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ. നാം നേരത്തെ മുസ്ലിം ഒരു മുസ്ലിം, മുസ്ലിമൂൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഊൻ അല്ലെങ്കിൽ ഈൻ ചേർത്താൽ അതിൻ്റെ ബഹുവചനമായി മാറും. ഇനി നമുക്കിതിൻ്റെ പദാനുപദ അർത്ഥം പഠിക്കാം. നിങ്ങളത് ഏറ്റുപറയുക. ഇദാ ജാഅ വന്നാൽ, നസ്റുല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം, വൽ ഫതഹ് വിജയവും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ. വറഅയ്ത നീ കാണുകയും ചെയ്താൽ, അന്നാസ ജനങ്ങളെ, യദ്ഖുലൂന പ്രവേശിക്കുന്നവരായി. വറഅയ്തന്നാസ യദ്ഖുലൂന ജനങ്ങൾ പ്രവേശിക്കുന്നവരായി നീ കാണുകയും ചെയ്താൽ. ഫീ ദീനില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൽ, അഫ്വാജ കൂട്ടം കൂട്ടങ്ങളായി. ഫസബ്യഹ് അപ്പോൾ നീ വാഴ്ത്തുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, റബ്ബിക നിൻ്റെ രക്ഷിതാവിനെ, അസ്തഗ്ഫിർഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു തീർച്ചയായും അവൻ, കാന തവ്വാബ ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. ഇനി നാം പഠിച്ച പദങ്ങളുടെ പട്ടികയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. നാം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങളത് ശ്രദ്ധിക്കുക. നാം നേരത്തെ പഠിച്ചു ഹുവ ഹും, അൻത അൻതും, അന നഹ്നു ഹിയ. ഇത് ഖുർആനിൽ 1360 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. പിന്നീട് നാം പഠിച്ചു ഹുവ മുസ്ലിം, ഹും മുസ്ലിമൂൻ, അൻത മുസ്ലിം, അൻതും മുസ്ലിമൂൻ. അങ്ങനെ ആ പദങ്ങളെല്ലാം 525 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ച പദങ്ങളാണ്.
പിന്നീട് നാം ഖുർആനിൽ 10,000 പ്രാവശ്യം ആവർത്തിച്ച ഒരു പ്രയോഗം പഠിച്ചു. റബ്ബുഹു റബ്ബുഹും റബ്ബുക്ക റബ്ബുക്കും റബ്ബി റബ്ബുന റബ്ബുഹ. അതും കഴിഞ്ഞതിന് ശേഷം നാം സ്ത്രീലിംഗ പദങ്ങൾ പഠിച്ചു. മുസ്ലിം, മുസ്ലിമായ ഒരു പുരുഷൻ, മുസ്ലിമ, മുസ്ലിം സ്ത്രീ, മുസ്ലിമാത്ത്, മുസ്ലിം സ്ത്രീകൾ. അങ്ങനെ സ്ത്രീലിംഗ ഏകവചനവും ബഹുവചനവും നാം പഠിച്ചു കഴിഞ്ഞു. ഈ താ വന്നാൽ സ്ത്രീലിംഗ ഏകവചനമാണ്. രണ്ടാമത്തെ കുളത്തിലുള്ള ആത്ത് വന്നാൽ സ്ത്രീലിംഗ ബഹുവചനമാണെന്നും നാം പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നാം ലീ മിൻ അൻ മ പഠിച്ചു കഴിഞ്ഞു. അത് ഖുർആനിൽ 4960 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് നാം പറഞ്ഞു. അതേപോലെ പിന്നീട് നാം ബി ഫി അല ഇല പഠിച്ചു. അത് 4327 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. പിന്നീട് നാം ഇന്നമ പഠിച്ചു. അത് ഖുർആനിൽ 2071 പ്രാവശ്യം വന്നിട്ടുണ്ട്. നോക്കുക, ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും പദങ്ങൾ ഖുർആനിൽ 12,700-ലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നവയാണ്. ഇത്രയും പദങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ വേറെയും പദങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്കാണ്. പൂർണ്ണക്രിയകൾ. ക്രിയകൾ ഖുർആനിലെ ഒരു പ്രധാന ഘടകമാണ്. ക്രിയകൾ പല സ്റ്റെപ്പുകളായിട്ടാണ് നാം പഠിക്കുന്നത്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അത്തരം പ്രയോഗങ്ങൾ ഖുർആനിൽ 5000 പ്രാവശ്യം വന്നിട്ടുണ്ട്. പൂർണ്ണ ക്രിയകൾ, പ്രവൃത്തി പൂർണ്ണമായി. ഉദാഹരണമായി പറഞ്ഞാൽ ഫഅല, അവൻ പ്രവർത്തിച്ചു. നേരത്തെ നാം പറഞ്ഞല്ലോ, ഹുവ അവൻ, ഹും അവർ, അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നെഹ്നു ഞങ്ങൾ, ഹിയ അവൾ. ഇനി നാം ഈ പദം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഅല അവൻ പ്രവർത്തിച്ചു. അപ്പോൾ ഫഅല എന്ന് പറയുമ്പോൾ അതിൽ ഹുവ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഹുവ എന്ന സംഗതി അടങ്ങിയിരിക്കുകയാണ്. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅലു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹും അടങ്ങിയിട്ടുണ്ട്. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅൽത എന്ന് പറയുമ്പോൾ അതിൽ അൻത അടങ്ങിയിട്ടുണ്ട്. ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽതും എന്ന് പറയുമ്പോൾ അതിൽ അൻതും അടങ്ങിയിട്ടുണ്ട്. ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു എന്ന് പറയുമ്പോൾ അതിൽ അന അടങ്ങിയിട്ടുണ്ട്. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന എന്ന് പറയുമ്പോൾ നെഹ്നു അതിൽ അടങ്ങിയിട്ടുണ്ട്. ഹിയയുടെ രൂപം നാം ഇപ്പോൾ പഠിക്കുന്നില്ല. ഈ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രമേ നാം സ്ത്രീലിംഗ പദങ്ങൾ പഠിക്കുകയുള്ളൂ. കാരണം സ്ത്രീലിംഗ പദങ്ങൾ ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. ഒരിക്കൽ കൂടി നിങ്ങൾ ആവർത്തിച്ച് പറയുക. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. ഒരിക്കൽ കൂടി കുറച്ചുകൂടി വേഗത്തിൽ. ഫഅല അവൻ പ്രവർത്തിച്ചു. ഫഅലു അവർ പ്രവർത്തിച്ചു. ഫഅൽത നീ പ്രവർത്തിച്ചു. ഫഅൽതും നിങ്ങൾ പ്രവർത്തിച്ചു. ഫഅൽതു ഞാൻ പ്രവർത്തിച്ചു. ഫഅൽന ഞങ്ങൾ പ്രവർത്തിച്ചു. ഇനി നമുക്ക് അറബി മാത്രം പറയാം. നിങ്ങളത് ആവർത്തിച്ച് പറയുക. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഒരിക്കൽ കൂടി കുറച്ചുകൂടി വേഗത്തിൽ. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഇവിടെ പൂർണ്ണക്രിയകൾ പറയുമ്പോൾ നാം കൈ അരയ്ക്ക് നേരെയാണ് ചൂണ്ടേണ്ടത്. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഈ രണ്ട് പദങ്ങൾ വീതം പറയുക. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഫഅല ഫഅലു. ഫഅൽത ഫഅൽതും. ഫഅൽതു ഫഅൽന. ഖുർആനിൽ 5000 പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഏത് ക്രിയ കിട്ടിയാലും നിങ്ങൾക്കിത് ഇതേ രീതിയിൽ പരിവർത്തിപ്പിക്കാവുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഫതഹ അവൻ തുറന്നു. ഫതഹു അവർ തുറന്നു. ഫതഹ്ത നീ തുറന്നു. ഫതഹ്തും നിങ്ങൾ തുറന്നു. ഫതഹ്തു ഞാൻ തുറന്നു. ഫതഹ്ന ഞങ്ങൾ തുറന്നു. ഒന്ന് ആവർത്തിച്ച് പറയുക. ഫതഹ അവൻ തുറന്നു. ഫതഹു അവർ തുറന്നു. ഫതഹ്ത നീ തുറന്നു. ഫതഹ്തും നിങ്ങൾ തുറന്നു. ഫതഹ്തു ഞാൻ തുറന്നു. ഫതഹ്ന ഞങ്ങൾ തുറന്നു. അറബി മാത്രം പറയുക.
ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന, ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന. ഈ രണ്ട് പദങ്ങൾ വീതം പറയുക. ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന. ഒരിക്കൽ കൂടി. ഫതഹ ഫതഹു, ഫതഹ്ത ഫതഹ്തും, ഫതഹ്തു ഫതഹ്ന. ഇതേപോലെ തന്നെ ഇനി ജഅലയും നമുക്ക് പറഞ്ഞു നോക്കാം. ജഅല അവൻ ആക്കി, ജഅലു അവർ ആക്കി, ജഅൽത നീ ആക്കി, ജഅൽതും നിങ്ങളാക്കി, ജഅൽതു ഞാൻ ആക്കി, ജഅൽന ഞങ്ങൾ ആക്കി. നിങ്ങളത് ആവർത്തിച്ച് പറയുക. ജഅല അവൻ ആക്കി, ജഅലു അവർ ആക്കി, ജഅൽത നീ ആക്കി, ജഅൽതും നിങ്ങൾ ആക്കി, ജഅൽതു ഞാൻ ആക്കി, ജഅൽന ഞങ്ങൾ ആക്കി. അറബി മാത്രം പറയുക. ജഅല, ജഅലു, ജഅൽത, ജഅൽതും, ജഅൽതു, ജഅൽന. ജഅല, ജഅലു, ജഅൽത, ജഅൽതും, ജഅൽതു, ജഅൽന. ഈ രണ്ട് പദങ്ങൾ വീതം പറയുക. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. കുറച്ചുകൂടി സ്പീഡിൽ. ജഅല ജഅലു, ജഅൽത ജഅൽതും, ജഅൽതു ജഅൽന. മാഷാ അല്ലാഹ്. ഫഅല 105 പ്രാവശ്യം, ഫതഹ 28 പ്രാവശ്യം, ജഅല 346 പ്രാവശ്യം. ഇത്രയും പദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഇനി നാം ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി മാത്രം ഖുർആൻ പാരായണം ചെയ്യുക. നാം ഇതിനകം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ തലച്ചോറിന് അപാരമായ കഴിവുണ്ട്. അത് ഉപയോഗിക്കേണ്ടതാണ്. അത് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടാണ്, തലച്ചോറിന് വ്യായാമം കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് തലച്ചോറിന് നാം വ്യായാമം കൊടുക്കുക. അതുപോലെ നാം പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, പഠിക്കുന്നതിനെക്കുറിച്ച്, ചിന്തിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഫ്ലാഷുകൾ ഉണ്ടാക്കുക. വിശാലമായി ചിന്തിക്കാൻ പറഞ്ഞു. പഠിക്കുന്ന സമയത്ത് ദീർഘശ്വാസം ചെയ്യുക. ദീർഘശ്വാസം ചെയ്യുന്നത് മുഖേന ബ്രെയിനിന് ഓക്സിജൻ ലഭിക്കും. അപ്പോൾ കൂടുതൽ പഠിക്കാൻ നമുക്ക് കഴിയും. അതേപോലെ നാം വായിക്കുകയും പറയുകയും വായിക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ 95% നമുക്ക് റീട്രൈവ് ചെയ്യാൻ കഴിയും. വീണ്ടും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് വായിക്കുകയും പറയുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഈ ആക്ടിവിറ്റി നാം മറക്കാതിരിക്കുക. ആംഗ്യം കാണിച്ചുകൊണ്ട് തന്നെ നാം പഠിക്കുക. അതേപോലെ തന്നെ നാം പഠിച്ചതിന് ശേഷം വർക്ക് ഷീറ്റ് അല്ലെങ്കിൽ വർക്ക് ബുക്ക് പൂരിപ്പിക്കുക. അതേപോലെ നാം ചിന്തിക്കുമ്പോൾ നാം കുടുസായി നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ വ്യക്തി എന്നതിൽ മാത്രം പരിമിതമാക്കാതെ നാം ചിന്ത വളരെ വിശാലമായി ചിന്തിക്കുക. നമ്മുടെ സംഘടനയ്ക്ക് പുറത്തും നമ്മുടെ വ്യക്തിത്വത്തിന് പുറത്തും നമ്മുടെ വീട്ടിന് പുറത്തും അവസരങ്ങൾ അന്വേഷിക്കുക. ഉന്നതമായി മനോഹരമായും ചിന്തിക്കുക. അതേപോലെ തന്നെ പഠിക്കുമ്പോൾ നിർബന്ധിച്ചും ശിക്ഷിക്കും പഠിക്കുന്നതിന് പകരം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിന് പകരം സ്നേഹത്തോടും ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി ആഹ്ലാദത്തോടും എൻ്റർടൈൻമെൻറ്റോടു കൂടിയും പഠിക്കുക. പഠിക്കുന്ന സംഗതി ഉദാഹരണത്തിലൂടെ പഠിക്കുക. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മിച്ച് വെക്കാൻ കഴിയും. നിങ്ങൾ എന്ത് പഠിച്ചാലും അത് മറക്കും. ഈ സ്ക്രീനിൽ നിങ്ങൾ നോക്കുക. എന്ത് പഠിച്ചാലും നിങ്ങൾ പൂർണ്ണമായും ഒരു സംഗതിയെക്കുറിച്ച് പഠിച്ചെന്ന് വിചാരിച്ചു. 100 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയാകും. അതിലെ 70% മറക്കും. അത് നമ്മുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ മനസ്സിനെ അങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ സംവിധാനമനുസരിച്ച്, സൈക്കോളജിക്കൽ അപ്രോച്ച് അനുസരിച്ച് നിങ്ങൾ പഠിച്ചതിൻ്റെ 1 മണിക്കൂർ കഴിഞ്ഞാൽ 70% മറക്കുമെന്നാണ്. അപ്പോൾ 1 മണിക്കൂറിനകം നിങ്ങൾ പാഠം ആവർത്തിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ആവർത്തിച്ചാൽ ഇതേപോലെ വീണ്ടും പൂർണ്ണമായി നിങ്ങളുടെ മനസ്സുണ്ടാകും. വീണ്ടും 1 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ആവർത്തിക്കണം. 1 ദിവസം കഴിയുമ്പോഴേക്കും ഇതേപോലെ 70% നിങ്ങൾ മറന്നു കഴിയും. ഒരു പ്രാവശ്യം പഠിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് ആവർത്തിച്ച് കഴിഞ്ഞാൽ 1 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ 70% നിങ്ങൾ മറന്നിട്ടുണ്ടാകും. ഈ 1 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആവർത്തിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും ആവർത്തിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ ആവർത്തിച്ചില്ലെങ്കിൽ ഇതേപോലെ വീണ്ടും 70% നിങ്ങളുടെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ടാകും. അപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത് 1 മണിക്കൂർ കഴിഞ്ഞ് ആവർത്തിക്കുക, 1 ദിവസം കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക, 6 മാസം കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക, വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ ആവർത്തനം ശീലമായും ശീലം സ്വഭാവമായും മാറുക. നമ്മുടെ മനസ്സിൽ ഖുർആൻ രൂഢമൂലമാകും. നിങ്ങൾ പഠിച്ച പദങ്ങളുടെ പട്ടിക ഇതാ നിങ്ങൾക്ക് കാണാം. ഇത്രയും പദങ്ങൾ നാം ഇതിനകം പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഠിച്ച പദങ്ങളുടെ
പുരോഗതി നിങ്ങൾക്കിതിൽ കാണാം. ഇനി നാം പാരായണം ചെയ്യുമ്പോൾ ഖുർആൻ അർത്ഥം മനസ്സിലാക്കി മാത്രം പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കിയ പദങ്ങൾ, പഠിച്ച പദങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. മനസ്സിലാകാത്ത പദങ്ങൾ തൽക്കാലം വിട്ടുകളയുകയും അറിയുന്ന പദങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്കിത് അറിയുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അങ്ങനെയെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ഖുർആൻ യഥാവിധി പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് നസ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.